കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ ദേശീയ SC/ST കമ്മീഷന് മുന്നിൽ DGP നാളെ നേരിട്ട് ഹാജരാകും. വിവാഹം നടത്തിയതിൽ വീഴ്ചയില്ല എന്നറിയിക്കും. രേഖകൾ പ്രകാരം പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായി. രേഖകൾ വ്യാജമല്ലെന്നുറപ്പിച്ചെന്നും നിലപാടുണ്ട്. പെൺകുട്ടിയെ കാണാതായി എന്ന പ്രചാരണം തെറ്റാണെന്നും കേരളത്തിലുണ്ടെന്നും പോലീസ് അറിയിക്കും. സനിസ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സനിസ, ഇതിപ്പം ഈ കേരള പോലീസിനെ ആണെങ്കിലും വിവാഹം നടത്തിക്കൊടുത്ത ആൾക്കാരെ ആണെങ്കിലും ഒക്കെ മൊത്തം പെടുത്തുന്ന രീതിയിലാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിലെ അവരുടെ പോലീസിന്റെ നടപടിയൊക്കെയും. ഇപ്പം എന്താണ് നിലവിൽ ഈ സംസ്ഥാന പോലീസിന്റെ നിലപാട് ഈ വിഷയത്തിൽ? സേതു, ഈ ഒരു കല്യാണം നടന്ന സമയത്തിന് ശേഷം പിന്നീട് ഈ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിക്ക് 16 വയസ്സാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ജനന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ ST/SC കമ്മീഷൻ കേസുമായിട്ട് രംഗത്ത് വരികയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ DGPയോടും കേരള DGPയോടും മധ്യപ്രദേശ് DGPയോടും ഹാജരാവണമെന്ന് കമ്മീഷന്റെ മുന്നിൽ നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. നാളെയാണ് ഇരുവരും കമ്മീഷന് മുന്നിൽ ഹാജരാവുന്നത്. ആ ഒരു ഹാജരാവുന്ന സമയത്ത് തന്നെ ഈ വിവാദത്തിന് ഒരു അറുതി വരുത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. കൃത്യമായ ആധാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, കൃത്യമായിട്ട് തന്നെയാണ് രേഖകൾ പരിശോധിച്ചത് എന്ന് കേരള പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് നാളെ DGP ST/ST കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് അവ്യക്തമാണെന്നും എന്നാൽ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ട് എന്നത് വ്യക്തമാണെന്നും എന്ന് തന്നെ ആയിരിക്കും അദ്ദേഹം അവതരിപ്പിക്കുക. കൂടാതെ തന്നെ പെൺകുട്ടിയെ കാണാനില്ല എന്നതടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പെൺകുട്ടി ഇവിടെ ഇല്ല എന്നതടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പെൺകുട്ടി കേരളത്തിൽ തന്നെയുണ്ട്. പെൺകുട്ടി പോലീസ് നിരീക്ഷണത്തിലാണ്, സംരക്ഷണത്തിലാണ് എന്നുകൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു വിവാദങ്ങൾ വ്യക്തമാണ്.